പ്രവാചകൻ കയറിയില്ലെങ്കിൽ ആ എണ്ണ അത് മരണത്തിൻ്റെ എണ്ണയാ, ആ അപ്പം അത് മരണത്തിൻ്റെ അപ്പമാ. പക്ഷെ പ്രവാചകൻ കയറിയപ്പോൾ അത് ജീവന്റെ അപ്പമായി മാറി, അത് ബലത്തിന്റെ അപ്പമായി മാറി. ഇന്ന് രാത്രിയിൽ ഏതൊക്കെയോ വീടിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. ചില ശേഷിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി അത് വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്തുനിന്ന് മരണത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. ഇന്ന് രാത്രി എന്റെ ദൈവം എന്നോട് പറയുന്നു, പദ്ധതിയുള്ളവനെ, ദൈവത്തിന്റെ പദ്ധതിയുള്ള കുടുംബമേ, ദൈവത്തിന്റെ പദ്ധതിയുള്ള വ്യക്തിയെ, നിന്നെ എത്ര പിശാചു വെട്ടിയാലും, ശത്രു ആഭിചാരം ചെയ്താലും, മന്ത്രവാദം ചെയ്താലും, നിന്റെ തലമുറ എത്ര തകർന്നാലും, നിന്റെ വാഗ്ദത്തകാലം വരുമ്പോൾ തിരിച്ചു പിടിക്കാൻ ഒരു ശേഷിപ്പ് ദൈവം നിന്റെ വീട്ടിൽ വെച്ചേക്കും. ഇന്ന് രാത്രി ആ ദൂതിനെ ഏറ്റെടുക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ചില വീടിനകത്തേക്ക് ഈ ദൈവവചനത്തിന്റെ ശക്തി ഇറങ്ങുകയാണ്. എന്റെ ദൈവം എന്നോട് പറഞ്ഞു, ചില വീട്ടിനകത്തുള്ള ചില ശേഷിപ്പുകളുടെ മേൽ ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ദൂത് പറയാനുണ്ട്. പക്ഷെ ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു ആ ശേഷിപ്പിനെ ദൈവം തൊടാൻ പോവാന്ന്? എൻ്റെ കയ്യിലുള്ള ആ ശേഷിപ്പ്, എൻ്റെ വീട്ടിലെ പിശാചു വെട്ടിയിട്ട ആ വെട്ടിയതിൻ്റെ ബാലൻസ് ഒരു കുറ്റി എൻ്റെ വീട്ടിലുണ്ട്. ആ കുറ്റി പൊട്ടിക്കിളിർക്കുമെന്ന് എത്ര പേര് ഇതിനകത്ത് വിശ്വസിക്കുന്നു? ഇതങ്ങനെ ഒരു സീസണാണ്. എഴുന്നേറ്റ് നോട്ട ദൈവത്തിൻ്റെ സന്നിധി, ഇതങ്ങനെ ഒരു സീസണാണ്. ഈ ഉപവാസം കഴിയുമ്പോൾ ചില വീടുകളിൽ കാണാൻ പോകുകയാ, പിശാചു വെട്ടിക്കളഞ്ഞ ചില കുറ്റികൾ വീണ്ടും പൊട്ടിക്കിളിർക്കുന്നത്, വീണ്ടും ഫലം കായ്ക്കുന്നത്.